ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുർബി കിച്ചൺ. അപ്പോൾ ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഒരു പുതിയ റെസിപ്പിയുമായി. ഇന്നുണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ ബർഗറാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ബർഗർ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം അല്ലേ. ഇവിടെ ആദ്യം തന്നെ നമുക്ക് ചിക്കൻ പാറ്റീസ് തയ്യാറാക്കാം. അതിനു വേണ്ടി ഞാൻ ബോൺലെസ് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു 500 ഗ്രാം ചിക്കൻ ബ്രസ്റ്റാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് കുറച്ചുകൂടി ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ ഈ ചിക്കൻ പീസസ് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്യാം. അതായത് ഒരേ ഷേപ്പ് വേണമെന്നില്ല. ഇത് ഗ്രൈൻഡ് ചെയ്തെടുക്കേണ്ടതാണ്. അങ്ങനെ ഞാൻ മുഴുവനും കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇവിടെ ഈ ചിക്കന് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമ്മൾക്ക് എരിവിന് ആവശ്യമായ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പച്ചമുളകും എടുക്കുന്നുണ്ട്. ഇതിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ 3/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ്. ഇനി ഒരു 5 പച്ചമുളകും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എരിവിന് ആവശ്യമായ പച്ചമുളകും കുരുമുളക് പൊടിയും നോക്കിയിട്ടെടുക്കുക. ഇനി അടുത്തത് ലെമൺ ജ്യൂസാണ്. ഒരു 3/4 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു ടേബിൾ സ്പൂണോളം ഒലിവ് ഓയിൽ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇവ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഇവിടെ ചിക്കൻ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അതായത് പേസ്റ്റ് രൂപത്തിലാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇതിൽ ചെറിയ ചെറിയ ചിക്കൻ പീസസ് ഒന്നുമില്ല, നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലാണ് അരിഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് ഒരു പ്ലേറ്റ് എടുക്കാം. പ്ലേറ്റിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് എല്ലാ ഭാഗത്തൊന്ന് തടവി കൊടുക്കാം. കൈകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഈ എണ്ണ തടവിയ ഈ പ്ലേറ്റിലേക്ക് നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഉപ്പും കുരുമുളകും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് പച്ചമുളക് മല്ലിയില എന്നിവയൊക്കെ നന്നായിട്ട് ജാറിൽ നിന്ന് തന്നെ മിക്സായി കഴിഞ്ഞു. അതായത് ഇനി നമ്മൾ കൈകൊണ്ട് കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഇപ്പോൾ ഒരു പ്ലേറ്റിൽ എണ്ണ തടവിയതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചിക്കൻ ഇതുപോലെ ഇങ്ങനെ പരത്തുന്ന സമയത്ത് പ്ലേറ്റിൽ പറ്റി പിടിക്കാതിരിക്കാനാണ് ഞാൻ എണ്ണ തടവിയിരിക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ പ്ലേറ്റിൽ നല്ല ഒരേ ഒരു അതായത് തടുപ്പിലാണ് ഞാനിപ്പോൾ ഇത് പരത്തി വെച്ചിരിക്കുന്നത്. ഇനി ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വല്ല റൗണ്ട് സാധനം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഇനി ഇതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കൈ കൊണ്ട് ഒരു ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയതിന് ശേഷം കയ്യിൽ വെച്ചൊന്ന് റൗണ്ടായി പരത്തെടുത്താലും മതി. ഇന്നിവിടെ ഞാൻ മുഴുവൻ ചിക്കൻ പാറ്റീസും കുക്ക് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഇത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാമെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇതുപോലൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പാറ്റീസ് വെക്കാം. വീണ്ടും ഒരു ബട്ടർ പേപ്പർ വെക്കുക. അതിന് മുകളിലായിട്ട് വീണ്ടും നമ്മൾക്ക് അടുത്ത ചിക്കൻ പാറ്റീസ് വെച്ചെടുക്കാം. ഇതുപോലൊരു ബൗളിലാക്കി നമ്മൾക്കിത് ഫ്രിഡ്ജിൽ വെക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ അടുത്ത ചിക്കൻ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ചെറിയ ബോൾസാക്കി ഉരുട്ടി കൈ കൊണ്ട് തന്നെ നന്നായിട്ട് റൗണ്ട് ചെയ്ത് പരത്തിയെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ ബട്ടർ പേപ്പറിന് മുകളിലായിട്ട് വെച്ചെടുക്കാം. വീണ്ടും ആ പാറ്റീസിന് മുകളിലായിട്ട് ബട്ടർ പേപ്പർ വെക്കാം. അങ്ങനെ നമ്മൾക്ക് എല്ലാ ചിക്കൻ പാറ്റീസും തയ്യാറാക്കിയെടുക്കാം. ഇവിടെ ഇപ്പോൾ ഞാൻ മുഴുവൻ കുക്ക് ചെയ്യുന്നില്ല, നേരത്തെ പറഞ്ഞു. അപ്പോൾ ഞാൻ 8 ചിക്കൻ പാറ്റീസും ഞാൻ ഫ്രീസറിൽ വെക്കാൻ പോവുകയാണ്. ഇതിപ്പോൾ നാളെയോ മറ്റന്നാളോ എനിക്ക് ആവശ്യമുള്ള സമയത്ത് എടുത്ത് ഉപയോഗിച്ചാൽ മതി. ഇനി ഇതൊന്ന് നല്ലപോലെ ഒന്ന് കവർ ചെയ്ത് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ നമ്മൾക്ക് ഇനി ആവശ്യമുള്ള സമയത്ത് ഇത് എടുക്കുമ്പോൾ ചിക്കൻ പാറ്റീസ് ഒന്നും ഒട്ടിപ്പിടിക്കത്തില്ല. നമ്മൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും. ഇനി നമ്മൾക്ക് ഈ 3 ചിക്കൻ പാറ്റീസ് ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാൻ നല്ലപോലെ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 3 ചിക്കൻ പാറ്റീസും ഈ പാനിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിവയെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ വളരെ തീ കുറച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾക്ക് കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം. കാരണം ഇവ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. കാരണം മറു സൈഡ് കൂടി വേവേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ 3 ചിക്കൻ പാറ്റീസ് ഒന്ന് മറിച്ചിട്ടതിന് ശേഷം വീണ്ടും അടച്ചു വെക്കാൻ പോവുകയാണ്. അപ്പോൾ വീണ്ടും അടച്ചു വെച്ച് നല്ല തീ കുറച്ചിട്ട് തന്നെയാണ് വേവിക്കുന്നത്.
ചിക്കൻ നല്ലപോലെ ഒന്ന് വെന്ത് വരേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ 2-3 തവണ ഇതുപോലെ തിരിച്ചും മറിച്ചും ഇട്ടുകൊണ്ടേ ഇരുന്ന് അടച്ചു വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ നല്ലപോലെ ഒന്ന് വെന്തിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പാറ്റ്സ് ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്ത് വാങ്ങി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഐറ്റംസൊക്കെ കണ്ടു നോക്കാം. ചിക്കൻ ബർഗറിന് ആവശ്യമായ ബർഗർ ബന്നും ചീസ്, തക്കാളി, ഉള്ളി, കക്കരിക്ക, ലെറ്റ്യൂസ്, പിന്നെ മയോണൈസ്, ടൊമാറ്റോ കെച്ചപ്പ് എന്നിവയൊക്കെയാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചേർത്താൽ മതി. അപ്പോൾ ആദ്യം തന്നെ ഇവിടെ ഞാനൊരു ബൺ എടുത്തിട്ടുണ്ട്. നേർപകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കട്ട് ചെയ്ത ബൺ തന്നെ വാങ്ങാനും കിട്ടുന്നുണ്ട്. ഇവിടെ ഈ ബന്നിൻ്റെ ഒരു ഭാഗത്ത് ഞാൻ ടൊമാറ്റോ കെച്ചപ്പും ഒരു ഭാഗത്ത് മയോണൈസാണ് ചേർത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം. എല്ലായിടത്തുനിന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അങ്ങനെ ഈ ഒരു ബന്നിൻ്റെ ഒരു ഭാഗത്ത് മയോണൈസും ഒരു ഭാഗത്ത് ടൊമാറ്റോ കെച്ചപ്പും നല്ലപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇനി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഓരോന്നായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ആദ്യം തക്കാളിയാണ് വയ്ക്കുന്നത്. അതിന് മുകളിലായിട്ട് ഉള്ളി വെച്ചെടുക്കുകയാണ്. അപ്പോൾ ഉള്ളി വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം. ഇനി ലെറ്റ്യൂസ് വെക്കാം. പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പാറ്റീസ് വെക്കാം. ഇനി ഇതിന് മുകളിലായിട്ട് വീണ്ടും ഒരു തക്കാളി, പിന്നെ കുക്കുംബർ എന്നിവയൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ വരുമ്പോഴാണ് ഒരു ബർഗറിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഐറ്റംസ് നിങ്ങൾക്ക് ഒഴിവാക്കാം. അപ്പോൾ ഒരു ചീസ് വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വീണ്ടും ഒരു ലെറ്റ്യൂസ് വെക്കുന്നുണ്ട്. ഇനിയാണ് നമ്മൾ മയോണൈസ് തടിയ മറു സൈഡ് ബന്ന് കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ചിക്കൻ ബർഗർ ഇവിടെ റെഡിയായി. അപ്പോൾ ഇതുപോലൊന്ന് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ. അപ്പോൾ ഇനിയൊന്ന് അടുത്തത് ഞാനൊന്ന് ഉണ്ടാക്കുന്നത് പെട്ടെന്നൊന്ന് കാണിച്ചു തരാം. ഇതേപോലെ തന്നെ നമ്മൾക്ക് ആദ്യം ഒരു സൈഡ് മയോണൈസ്, പിന്നെ ടൊമാറ്റോ കെച്ചപ്പ്, പിന്നെ നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് ചിക്കൻ പാറ്റീസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ട് കുട്ടികൾക്കും നമ്മൾക്കും എല്ലാവർക്കും വീട്ടിൽ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബർഗർ കഴിക്കാം. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ്സ് വഴി അറിയിക്കുകയും ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇനിയും പുതിയ പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. താങ്ക്